എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സൗഖ്യമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Empower you to face whatever challenges that come across during this very tough season. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. All the best. Thank you, Achan. Thank you so much. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. അച്ഛൻ പറഞ്ഞതുപോലെ ബോംബെയുമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തിബന്ധം ഉണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ആംചി മുംബൈ ഫോർ അസ്. അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ദാദർ ഇടവകയിലെ മെമ്പറാണ്. അച്ഛൻ്റെ മൂത്ത സിസ്റ്റർ ലീലുമാമ ഫാമിലി ആ പള്ളിയിലെ വർഷങ്ങളായിട്ടുള്ള മെമ്പേഴ്സാണ്. ഞങ്ങളുടെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ബോറിവിലി മാർത്തോമ ചേർച്ചിലാണ്. അപ്പം ബോംബെയുമായിട്ട് ഒരു ഡീപ്പ് കണക്ട് ഞങ്ങൾക്കുണ്ട്. അവധിക്കൊക്കെ വരാറുണ്ട്. അന്നൊക്കെ വീക്ക് ഡേയ്സിലാ മിക്കവാറും വരുന്നേ. ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഒന്നീ ദാദർ പള്ളി അല്ലെങ്കിൽ ബോറിവിലി പള്ളി അറ്റൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ അടുത്തിടയിലെങ്കിലും ചെമ്പൂർ പള്ളിയിൽ വരുവാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാലും സൂം പ്ലാറ്റ്ഫോം വഴി ഇപ്രകാരം ഒരു പ്രോഗ്രാം ക്രമീകരിച്ചപ്പോൾ നിങ്ങളെയൊക്കെ കാണുവാനും വചന ശുശ്രൂഷ നിർവഹിപ്പാനും ദൈവം തന്ന അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടും കുടുംബത്തോടും സേവ്യാ സംഘ ഭാരവാഹികളോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഒരു കാലഘട്ടം നമ്മൾ കണ്ടിട്ടില്ലാത്ത, പ്രതീക്ഷിച്ചിട്ടില്ലാത്ത, ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടം ആണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു 6 മാസം 2020 മൂന്നാമത്തെ മാസത്തിൽ പ്രതിസന്ധിയിൽ ആയ ഞാനും നിങ്ങളും ഈ 9 സെപ്റ്റംബർ മാസം ആയപ്പോഴത്തേക്ക് വളരെയധികം ഇമോഷണൽ ഫെറ്റീഗ് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. Because one, we had never anticipated a situation like this. We were not prepared for a situation like this. But the biggest blessing that God has given to human beings is to adapt to any situation. ഏത് സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു കൃപ ദൈവം തമ്പുരാൻ തന്റെ സൃഷ്ടിക്ക് നൽകിയിട്ടുണ്ട്. അത് ദൈവത്തോടൊപ്പം തരണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രതിസന്ധിയെയും തരണം ചെയ്യാം എന്നുള്ള വിശ്വാസത്തോടും ധൈര്യത്തോടും ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും നമുക്ക് ധൈര്യം നൽകുന്ന, നമുക്ക് ദിശ നൽകുന്ന തിരുവചനത്തിലേക്ക് തന്നെ നോക്കുവാനുള്ള അവസരം ദൈവം നമുക്ക് തരുന്നത് ഓർത്ത് സ്തോത്രം. ഈ ദിവസങ്ങളിലൊക്കെ നമ്മളെ സംബന്ധിച്ച് പല സംഘർഷങ്ങൾ മനസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ, പല ചിന്തകൾ മനസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഏറ്റവും അധികം ധൈര്യം തരുന്ന ഒരു അനുഭവമാണ് തിരുവചനത്തിന് മുൻപാകെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ പലരിൽ നിന്ന് പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഒരു ലാപ്പ് ഓടുവാനുള്ള ശക്തി നൽകുന്നു. ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ഈ ധ്യാനവും അതുപോലെയുള്ള ഒരു ധൈര്യവും പ്രത്യാശയും വചനത്തിലുള്ള ഉറപ്പും നമുക്ക് നൽകട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് I'm just sharing the screen. Just let me know if it's visible. Yeah, seen? Acha കാണാമോ? ഇല്ല, കാണില്ല. Yes, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. പുതിയ ജീവിതത്തിനായി പുതിയ അതെ. സോ ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് പുതിയ ജീവിതത്തിനായി പുതിയ രൂപകൽപ്പന, അതായത് റീഡിസൈനിങ് ലൈഫ് ഫോർ റിവൈസ്ഡ് ലിവിംഗ്, അതിന് ആധാരമായിട്ട് ആദ്യം ഒരു ഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 25 26 വാക്യങ്ങൾ. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസം അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാരുണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സറേഫാത്തിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ദിവസത്തിന്റെ സന്ധ്യസമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അന്ധകാരം ഭൂമിയെ മൂടിയിരിക്കുന്ന സമയത്ത് നിത്യപ്രകാശമായിരിക്കുന്ന നിങ്ങളിലേക്ക് നോക്കുവാൻ തക്കവണ്ണം ദൈവമേ നീ ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത അനുഭവങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവമേ നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന വചനം ഞങ്ങൾക്ക് നൽകി തരുന്ന ഓർത്ത് സ്തോത്രം.
ദൈവമായ കർത്താവെ, ഇത് കേൾക്കുന്ന ഏവരെയും അവരുടേതായ ജീവിത സാഹചര്യങ്ങളിൽ നീ ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അല്പസമയം നിന്റെ വചനത്തിന് മുൻപാകെ ഇരിക്കുമ്പോൾ വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ. മാനവും മഹത്വം അവിടുന്ന് തന്നെ എടുക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇപ്പോൾ നാം വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ. യേശു കർത്താവ് തന്റെ ജന്മനാടായ നസറേത്ത് പട്ടണത്തിലേക്ക് മടങ്ങി വന്ന് അവിടെ ഒരു സിനഗോഗില് ശാസ്ത്രിമാരോടും പ്രമാണികളോടും ദൈവവചനത്തിൽ നിന്നുള്ള ആഴങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ there was a spiritual discussion happening in the synagogue between the religious people and Jesus. ആ ഭാഗം നമ്മൾ കാണുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ വായിച്ചത്. എന്നാൽ what is the biggest irony of this passages? ഈ ഭാഗം 22-ാമത്തെ വാക്യം, എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. So in this passage we see the two extreme reactions of the people. രണ്ട് വ്യത്യസ്തമായ പ്രതികരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 22-ാമത്തെ വാക്യത്തിൽ അവന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു, എല്ലാവരും അവനെ വളരെയധികം പുകഴ്ത്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ ഭാഗത്തിന്റെ അവസാനം വരുമ്പോൾ 28-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. So you can see the extreme reaction of the people there because of what Jesus preached in the synagogue. എന്തായിരുന്നു യേശു കർത്താവ് പ്രസംഗിച്ചത് അവർക്ക് ഇഷ്ടപ്പെടാതെ പോയത്? He spoke about the widow at Zarephath, who is just an ordinary widow, who belongs to the periphery in the community. സമൂഹത്തിൽ വലിയ സ്ഥാനമോ വലിയ വിലയോ ഇല്ലാത്ത ജീവിച്ച ഒരു സ്ത്രീയെ കുറിച്ച്, പഴയ നിയമകാലത്തെ ഒരു സ്ത്രീയെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെയാണ് ആദ്യം കൈയടിച്ച ശാസ്ത്രിമാരും പ്രമാണിമാരും ആ ഭാഗത്തിന്റെ അവസാനമായപ്പോഴത്തേക്ക് യേശുവിനെ അവിടെ നിന്ന് തള്ളി മറിച്ചിടുവാനും അവിടെ നിന്ന് പുറത്താക്കുവാനും അവർ ശ്രമിക്കുന്നത്. Why did Jesus use this widow as an example of a testimony? ഇവിടെ ഒരു സാക്ഷിയായിട്ട് യേശു കർത്താവ് അങ്ങനെ ഒരു സ്ത്രീയുടെ ഉദാഹരണം പറഞ്ഞത് എന്തിന്? അപ്പൊ അത് മനസ്സിലാക്കുമ്പോൾ we have to go back to the portion. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട 1 രാജാക്കന്മാർ 17-ാമത്തെ അധ്യായത്തിൽ 7 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വേദഭാഗമായിട്ട് വായിച്ചു കേട്ടല്ലോ. അവിടെയാണ് നമ്മൾ സറേഫാത്തിലെ വിധവയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സോ ആകാശത്തിൽ നിന്ന് 3 ആണ്ട് മഴ പെയ്യാതിരുന്നപ്പോൾ, so there was a lockdown from heaven, right? There was a lockdown from heaven because there was no rain and no blessings, and that is why the people had to go through this famine. And during this famine, God uses the widow at Zarephath for a different purpose. ഞാനും നിങ്ങളും ഈ ലോക്ക്ഡൗൺ കാലം കടന്നു പോകുമ്പോൾ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? ഈ തലമുറയിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു സാക്ഷ്യം നിലനിർത്താനായിട്ടുണ്ട്. ഈ തലമുറയ്ക്ക് ഒരു സാക്ഷ്യം കൊടുക്കുവാനായിട്ടുണ്ട്. ആ സാക്ഷ്യം നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള സാറിഫാത്തിലെ വിധവ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ സാറിഫാത്തിലെ വിധവയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ it is not only the widow at Zarephath, it is also Elijah, prophet Elijah, who comes along with the widow of Zarephath. ഞാനും നിങ്ങളും സൺഡേ സ്കൂൾ ക്ലാസ് മുതൽ സറേഫാത്തിലെ വിധവയെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂളിലെ പാട്ടുകളുണ്ട്. അതുകൊണ്ട് ആ സംഭവത്തെ കുറിച്ച് അധികം വിവരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമുക്കറിയാം, ഏലിയാവിന്റെ കാലത്ത് ഏലിയ പ്രവാചകനെ ദൈവം ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടി? ആ കാലത്ത് ആഹാബ് രാജാവും ജസ്ബേൽ രാജ്ഞിയുമാണ് ഇസ്രായേൽ രാജ്യം ഭരിച്ചിരുന്നത്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ one of the darkest time in the history of Israel, when King Jezebel and when the King Ahab and the Queen Jezebel ruled over the people of Israel. Why was it the darkest time? Because they did everything
displeasing in the sight of the Lord. ദൈവത്തിന് വിരോധമായി ജീവിച്ച പ്രവർത്തിച്ച ഒരു രാജകുടുംബമായിരുന്നു ആഹാബ് രാജാവും ജസ്ബേൽ രാജ്ഞിയും. ആ സമയത്ത് ദൈവം തന്റെ ജനത്തെ വീണ്ടും നേർവഴിക്ക് നടക്കുവാൻ വേണ്ടി ഈ രാജാവ് ഉൾപ്പെടെ ഉപദേശം നൽകുവാൻ വേണ്ടി ഏലിയാവിനെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ആഹാബ് രാജാവും ജസ്ബേൽ രാജ്ഞിയും ഏലിയാവിന്റെ ശത്രുക്കളായി മാറി. ഏലിയാവിന്റെ ജീവിതത്തെ അപായപ്പെടുത്തുവാനായിട്ട് അവർ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഏലിയാവ് ഒരു സ്ഥലത്തിൽ നിന്ന് വേറെ സ്ഥലത്ത് ഒളിച്ചിരിക്കുന്ന അനുഭവം. അപ്പൊ നമുക്കറിയാം, കെരീത്ത് എന്ന തോട്ടിൻ കരയിൽ ഒളിച്ചിരുന്ന ഏലിയാവ് അപ്പച്ചൻ. അത് സൺഡേ സ്കൂൾ പാട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 7ാമത്തെ വാക്യത്തിന്റെ തൊട്ട് മുൻപ് അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ ഏലിയ പ്രവാചകൻ വളരെ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം. കാരണം ഭക്ഷണം കിട്ടുവാനുണ്ട്, വിശ്രമിക്കുവാനുള്ള തോടിന്റെ കരയുമുണ്ട്. എന്നാൽ അവിടെ വീണ്ടും ഒരു ക്രൈസിസ് ഉണ്ടായി. ക്രൈസിസ് ഉണ്ടായത് എന്താണ്? ആ തോട് ഉണങ്ങിപ്പോയി, വറ്റിപ്പോയി. ആ സമയത്ത് വീണ്ടും യഹോവയായ ദൈവം ഏലിയാവിനോട് ആവശ്യപ്പെടുന്നു. അതാണ് ഇന്ന് നമ്മൾ വായിച്ചത്. നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് സറേഫാത്തിലേക്ക് പോകുക. അവിടെ നിന്നെ പോറ്റുവാൻ വേണ്ടി ഒരു വിധവയെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏലിയാവിനോട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവം ആവശ്യപ്പെടുന്നത് എവിടേക്കാന്ന് അറിയാമോ? സാറിഫാത്ത്. സാറിഫാത്ത് is a region in the town of Sidon. And what is Sidon's speciality? യെസ്ബേൽ രാജ്ഞി, ആഹാബിന്റെ ഭാര്യയായ യെസ്ബേൽ രാജ്ഞിയുടെ ജന്മനാടായിരുന്നു സീദോൻ. അപ്പം യഹോവയായ ദൈവം ഏലിയാവിനോട് ആവശ്യപ്പെടുന്നത് ഒരു സംരക്ഷണ സ്ഥലത്തേക്കല്ല, സംരക്ഷണമുള്ള സ്ഥലത്തേക്കല്ല, പിന്നെയോ തന്റെ ശത്രുവിന്റെ നാടായ സീദോന്റെ ഭാഗമായ സാറിഫാത്തിലേക്ക് പോകുവാനാണ് ഏലിയാവിനോട് ആവശ്യപ്പെടുന്നത്. വീണ്ടും ഏലിയാവിനോട് ആവശ്യപ്പെടുന്നത് എവിടെ? ഒരു വിധവയുടെ ഭവനത്തിൽ, ഒരു പുരുഷ സംരക്ഷണം ഇല്ലാത്ത ഒരു വിധവ. വീണ്ടും ആ കാലത്ത് വിധവമാർക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനവും ഒരു ജീവിതമാർഗം വലുതായിട്ടോ ഒന്നും സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ വിധവയുടെ ഭവനത്തിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നത്. What does the prophet do? ഒരു ചോദ്യങ്ങളും ഇല്ലാതെ ഏലിയാവ് ആ സ്ഥലത്തിൽ നിന്ന് സാറിഫാത്തിലെ വിധവയുടെ ഭവനത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോൾ അവസാനത്തെ അത്താഴം കഴിച്ചിട്ട് തന്റെ ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിധവ, അതായത് ഇന്നത്തെ കാലത്ത് പറഞ്ഞ സൂയിസൈഡ് നോട്ട് എഴുതി വെച്ച് wanting to end her life, അങ്ങനെയുള്ള ഒരു വിധവയുടെ ഭവനത്തിലേക്കാണ് ഏലിയാവ് ചെന്ന് കയറുന്നത്. എന്നാൽ ഏലിയാവിന്റെ ആവശ്യപ്രകാരം അന്നത്തെ അത്താഴത്തിനുള്ള ക്രമീകരണം യാതൊരു ചോദ്യവും ഇല്ലാതെ ഈ സാറിഫാത്തിലെ വിധവ നിർവഹിച്ചു കൊടുക്കുന്നു. വീണ്ടും നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, they did not have any problem till the famine ended. ആ ഒരു 3.5 വർഷക്കാലം ക്ഷാമമുള്ള കാലത്തും ഇവർക്കും കുടുംബക്കാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ദൈവം അവരെ പോറ്റി. ഇത്രയും ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. What does the life of Elijah and the widow at Zarephath together teach us? How did they handle the lockdown from heaven? How did they handle the time of crisis? ഒന്നാമത് അവരുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് realigning our path with divine guidance. ദൈവിക പദ്ധതിயின் പ്രകാരം ജീവിതത്തിന് പുനർക്രമീകരണം നൽകുവാനുള്ള ഒരു അനുസരണ മനോഭാവം. You have to see that Elijah was not sent to a house of total security. Elijah was not sent to a house of total provisions. Even the widow did not have enough to feed one more person in her house. But both of them teach us, even though tomorrow was uncertain for them, but they were ready to follow what God wanted them to do. അവിടെ ഏലിയാവ് ആ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും അവിടെ മനസ്സിലാക്കേണ്ട ഒരു വാക്യം പ്രത്യേകിച്ചുണ്ട്. അത് കാണുന്നത് എവിടെയാണ്? 13ാമത്തെ വാക്യം. ഏലിയാവ് അവളോട് ഭയപ്പെടേണ്ട. അപ്പോൾ ഏലിയാവ് ഈ സാറിഫാത്തിലെ ഭവനത്തിലേക്ക് വരുമ്പോൾ ഏലിയാവ് പറയുന്ന ആദ്യത്തെ വാക്കിന് ഫിയർ നോട്ട്. ഒരു ക്രൈസിസിൽ, ഒരു പ്രതിസന്ധിയിൽ കഴിയുന്ന ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് അത്. ഏലിയാവ് ആ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ he did not want to give his motivational speech, but he wanted her to feel grounded or to feel firm or to feel the confidence because of the word of God. ഭയപ്പെടേണ്ട. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ
പരിപാലിക്കും. ആ യഹോവയായ ദൈവത്തിന്റെ പരിപാലനത്തെ കുറിച്ച് പറയുന്നത്. സോ ഇത് ഈ ഒരു ഭാഗം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിന്റെ അനിശ്ചിത അവസ്ഥകളെ എപ്രകാരം നേരിടാം. How to handle the uncertainties of life. Elijah and the widow at Zarephath, both of us teach that move from one point to the other. ഏലിയാവിനെ സംബന്ധിച്ച് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്കുള്ള ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാനും നിങ്ങളും വളരെയധികം അൺസർട്ടനിറ്റി ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കഴിഞ്ഞിടയിൽ ഒരു 3-4 മാസം മുൻപ് കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആയപ്പോൾ പല കാര്യങ്ങൾക്കായിട്ട് നമ്മളൊക്കെ ബുദ്ധിമുട്ടിയ സമയത്ത് ഒന്നും വേണ്ട, ബാർബർ ഷോപ്പ് എപ്പം തുറക്കും എന്ന് നമുക്ക് ആ ബാർബർ ഷോപ്പുകാരനോട് ചോദിക്കും അല്ലെ. വെൻ ഇസ് യുവർ ഷോപ്പ് ഗോയിങ് ടു ഓപ്പൺ? അയാൾ പറയും ഐ ഡോണ്ട് നോ. ഒരു ചെറിയ കട ഉടമയോട് ചോദിക്കും വെൻ ഇസ് യുവർ ഷോപ്പ് ഗോയിങ് ടു ഓപ്പൺ? ഹി വിൽ സേ ഐ ഡോണ്ട് നോ. ഇഫ് യു ആസ്ക് എ businessman when is your products going to be shipped or when is the products reaching at the new place, they will say I don't know. ഈ വർഷം പഠനം ഒരു സ്റ്റേജ് പൂർത്തിയാക്കിയിട്ട് വിദേശത്തൊക്കെ പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ച് അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ യൂണിവേഴ്സിറ്റീസിൽ ഇമെയിൽ ഒക്കെ അയച്ച് they wanted to know when are the classes going to begin. Everybody had the answer I don't know. What did we see is we came to realize that each and every moment, each and every day, we are dealing with big uncertainties of life. And probably this was the biggest crisis that taught people all over the world that things are not under our control. And the saddest thing is, ഇത് എപ്പോഴാണ് നമുക്കൊരു ബോധ്യമായിട്ട് വന്നത്? ഒരു 5 വർഷം 10 വർഷം മുൻപ് വരെ ഒരു പക്ഷെങ്കിൽ നമുക്ക് ഐ ഡോണ്ട് നോ പറയാൻ എളുപ്പമായിരുന്നു. എന്നാൽ ഈ 10 വർഷത്തിന്റെ കാലഘട്ടത്തിൽ everything was known to us in our fingertips. അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഗൂഗിൾ അമ്മച്ചിയോട് ചോദിച്ചാൽ മതി. We get the answers അല്ലെ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഒരു വഴി നമ്മൾ ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാൽ so we felt every answer we had at our fingertips. എല്ലാത്തിനും ഉത്തരം എന്റെ പക്കലുണ്ട് എന്നുള്ളൊരു ചിന്തയോട് കഴിഞ്ഞിരുന്ന ഒരു തലമുറ. എന്തിന്? നമ്മുടെ പലരുടെയും വീട്ടിൽ അലക്സ ഹോട്ട്സ്പോട്ട് ഉണ്ട് അല്ലെ. വീട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് പലരും ചോദിക്കും which road has more traffic? Immediately Alexa replies, take this route with less traffic. Alexa has answers for everything. പക്ഷെ ഈ ഒരു കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് just to see what will Alexa respond to this question, me and Achan asked, we have a small hotspot, so we asked Alexa, when do you think the pandemic is going to end? Right? And very politely Alexa answered, sorry, I don't have an answer to this question. And that has become the biggest struggle for people to accept. ഞാൻ കഴിഞ്ഞ മാർച്ച് വരെ ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റിയിൽ കോളേജ് കൗൺസിലറായിട്ട് ഫുൾ ടൈം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മാർച്ചിന് ശേഷം ജോലി റിസൈൻ ചെയ്ത് ഓൺലൈൻ കൗൺസിലിംഗ് തുടങ്ങി ഫ്രീ ഓഫ് കോസ്റ്റ്, because there were many people who were going through mental health challenges because of the stress and anxiety that has caused because of the pandemic and the uncertainties related to it. അങ്ങനെ വിളിക്കുന്ന ഒത്തിരി ആളുകൾ, ഏത് പ്രായത്തിൽ നിൽക്കുന്ന ആളുകൾക്കും ഏറ്റവും വലിയ ചാലഞ്ച് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി അബൌട്ട് ദ നെക്സ്റ്റ് മൊമെന്റ്, ആങ്സൈറ്റി അബൌട്ട് ടുമോറോസ്. വാട്ട് ഈസ് ദി ആങ്സൈറ്റി? വിൽ ഐ ഗെറ്റ് കൊറോണ? ഒന്ന് പുറത്ത് പോയിച്ച് വന്നു കഴിഞ്ഞാൽ, ഭവനത്തിൽ വന്നു കഴിയുമ്പോൾ ഒന്ന് തുമ്മിയാൽ, ഒന്ന് തലവേദന എടുത്താൽ ഉടനെ തോന്നും എനിക്കും കൊറോണ പിടിച്ചിട്ടുണ്ട്. വീണ്ടും പല വേറെ ഒരു പ്രായത്തിൽ നിൽക്കുന്ന ആളുകൾ പറയും we are uncertain whether we will have a job tomorrow. There are so many people who are already paying so much of loan based on the salary that they are getting. They are uncertain about the salary cut that is they are going to experience. So many of us are uncertain about what happens to our children's future. There are so many students who are already dealing with anxiety and depression because of the lack of job in the fields that they have studied. വളരെയധികം ആഗ്രഹത്തോടും വളരെയധികം പ്രതീക്ഷയോടും ഒരു കോഴ്സ് ജോയിൻ ചെയ്ത് അതിന്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അവർക്കും ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്നാണെന്നറിയാമോ? ബിക്കോസ് nobody has an answer how will tomorrow be. അത് രാഷ്ട്രീയ രംഗത്താണെങ്കിലും ആത്മീക രംഗത്താണെങ്കിലും ഈ ഒരു അൺസർട്ടനിറ്റി അതിന്റെ ഏറ്റവും മൂർച്ഛാവസ്ഥയിലായിരിക്കുമ്പോൾ, ഏറ്റവും പീക്കിലായിരിക്കുമ്പോൾ പലർക്കും മാനസിക സമനില തെറ്റുന്ന അനുഭവങ്ങളായിട്ട് മാറി. അവിടെയൊക്കെ ഏലിയാവും സാറേഫാത്തിലെ വിധവയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്
how do we handle the uncertainties of tomorrow? One day at a time ennulla prarthana. That is what they did. Elijah moved from one point to the other from God's direction. The widow at Zarephath was ready to give up what was there as a last meal. She was ready to work on it. So let us find that confidence that yes, one day at a time. Today I have a job. Today I am okay in my health. Today my children are safe at home. Today I have food on the table. Yes, praise God for that. One day at a time. നമ്മളൊക്കെ ആവേശത്തോടെ പാടുന്ന പാട്ടുകളാ. One day at a time, sweet Jesus, lead me. ഇന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അനുഭവമാണ്. ഓരോ നിമിഷവും ഓരോ ദിവസവും നിൻ കൃപയിൽ എന്നെ കാത്തുകൊള്ളണമേ, നടത്തണമേ എന്നൊക്കെ ആവേശത്തോടെ പാടിയ മാരാമണിലെ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇന്ന് അർത്ഥവത്തായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീരേണ്ട ഒരു അനുഭവമാണ്. Then only we will be able to tide over this crisis. Trust in him and his word. And that is what obey and surrender means. And അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ധൈര്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ലഭിക്കുന്നത് ലോകത്തിന്റെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൽ നിന്നല്ല, ലോകത്തിന്റെ പോസിറ്റീവ് തിങ്കിങ്ങിൽ നിന്നും അല്ല, but a positive thinking which goes beyond that, because it goes on the foundation of the word of God. ഏലിയാവ് സാറിഫാത്തിലെ വിധവയോട് ഒരു മോട്ടിവേഷണൽ സ്പീച്ച് നടത്തിയല്ല സൂയിസൈഡിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ഒറ്റ ഒരു വാക്ക്, ഭയപ്പെടേണ്ട, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പരിപാലനത്തെ കുറിച്ച് പറഞ്ഞു. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ചെറുപ്പക്കാരെ, നമുക്ക് ഒരുമിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് ധൈര്യം തരുന്ന ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് നൽകുന്ന വാക്കാണല്ലോ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇതാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചുള്ള കോൺഫിഡൻസ്. ഇതാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചുള്ള ട്രസ്റ്റ്. So that you can move one day at a time. Counseling ഒരു strategy are self-talk. No, whenever you feel that you lack confidence, you tell yourself or you remind yourself, I can do it, I will win, I will do it. എന്നൊക്കെ ഒരു self-confidence strategy ആ. But for the child of God, it is not the self-talk, but it is holding on to God who leads me one day at a time. അത് ഈ സമയത്ത് കൂടുതൽ മുറുകെ പിടിക്കുവാനുള്ള ഒരു അവസരമായിട്ട് ഞാനും നിങ്ങളും എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഓരോ ദിവസവും വഴി നടത്തുവാനായിട്ട് സാധിക്കും. ഇന്ന് എന്റെ മകള് ബോംബെയില് ഗോയിൻക ഗ്രൂപ്പ് ഓഫ് സ്കൂൾസില് അവിടുത്തെ കൗൺസിലിംഗ് സെന്ററിൽ അവളും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഈ 5 മാസം അവള് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്താൽ മതിയായിരുന്നു. ഈ ആഴ്ചയിൽ അവരോട് പറഞ്ഞ് once in a week they have to come to work at the center. So today she was going after 6 months, stepping out of the house to go to work. അപ്പൊ ഞങ്ങള് പറയുമായിരുന്നു, ആദ്യമായിട്ട് അവളെ സ്കൂളിൽ പ്രീ നഴ്സറി കൊണ്ടുവിട്ട ആ ഒരു ടെൻഷൻ ആയിരുന്നു ആദ്യമായിട്ട് അവള് വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ. ഞങ്ങൾ രാവിലെ ഞാൻ മെസ്സേജ് ചെയ്തു, വെള്ളം എടുക്കണം, കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ, വാട്ടർ ബോട്ടിലൊക്കെ നമ്മൾ പ്രീ കെയിലൊക്കെ പിള്ളേർക്ക് ഓർമ്മിപ്പിച്ച് കൊടുക്കുന്ന പോലെ ടുഡേ വി ഡിഡ് ദ സെയിം തിങ്. അവിടെ വീട്ടിലും പ്രാർത്ഥിച്ചൊക്കെയാ അവളെ വിട്ടത്. പക്ഷെങ്കിൽ ഒന്ന് മാത്രം ഞാൻ അവളോട് പറഞ്ഞു, read Psalms 91 before you leave the house, so that you feel the confidence in the protection of your heavenly Father. ഈ ദൈവത്തിന്റെ സാന്നിധ്യം ഓരോ ദിവസവും അൺസർട്ടനിറ്റീസിലും പ്രതിസന്ധിയിലും എന്നെയും നിങ്ങളെയും പിടിച്ചു നിർത്തുവാനായിട്ട് സാധിക്കണം. And that is what the biggest confidence for the child of God. Next, what do we see is, ഇവര് സന്തോഷമായിട്ട് സമൃദ്ധിയായിട്ട് 3 വർഷക്കാലം ക്ഷാമകാലത്ത് ദൈവം, യഹോവയായ ദൈവം അവരെ പോറ്റി. കാരണം അനുസരണമുള്ള വഴികളിൽ one day at a time അവർ നടന്നു. 2, സന്തോഷമായിട്ട് കഴിയുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് വീണ്ടും അടുത്ത ഒരു പ്രതിസന്ധി ഉണ്ടായത്. എന്തായിരുന്നു പ്രതിസന്ധി? ആ വിധവയുടെ മകന് പെട്ടെന്ന് ശ്വാസത്തിന്റെ തടസ്സമുണ്ടായി, ശ്വാസമുട്ടൽ ഉണ്ടായി, ശ്വാസം ഇല്ലാതെയായി, മരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നപ്പോൾ ഈ അമ്മ ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ദൈവപുരുഷന്റെ അടുത്തേക്ക് വന്നിട്ട് 18-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ പാപം ഓർമ്മിപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ എന്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുന്നത്, once upon a time she was a widow who was ready to kill her son and herself. ഒരു സൂസൈഡ് അറ്റംപ്റ്റ് നടത്താൻ ഒരുങ്ങിയിരുന്ന ഒരു അമ്മയാണ്. പക്ഷെങ്കിൽ
ഇന്ന് സ്വാഭാവികമായിട്ടുള്ള ഒരു മരണം ഉണ്ടായപ്പോൾ ഇവരുടെ മനസ്സിലെ ഒരു ദേഷ്യവും സങ്കടവും ഇതെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പക്ഷെങ്കിൽ she took this time of the tragedy as a time of self-reflection. അങ്ങനെയാണ് ആ കുഞ്ഞിനെയും കൊണ്ട് അവൾ ഏലിയാവിന്റെ അടുത്തേക്ക് പോകുന്നത്. ഏലിയാവിന്റെ അടുത്ത് ചോദിച്ച്, എന്റെ പാപങ്ങളെ കുറിച്ച് ബോധം വരുത്തുവാനാണോ ഇങ്ങനെ ഒരു സംഭവം? And then there is a question, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? So two major questions she is asking. Now we have to look at the response of Elijah, which is worth noting here. What was his response? അവൻ അവളോട്, നിന്റെ മകനെ ഇങ്ങ് തരിക എന്ന് പറഞ്ഞു. അവനെ അവിടെ മടിയിൽ നിന്നെടുത്ത് താൻ പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്ന് തന്റെ കട്ടിലിന്മേൽ കിടത്തി. അവൻ യഹോവയോട്, എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്ന് പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ്ണു കിടന്നു. എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടക്കി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. സോ യു സീ, ബുദ്ധിക്ക് അപ്പുറമായ ചോദ്യങ്ങളിൽ നിന്ന് വിവേകമുള്ള പ്രതികരണത്തിലേക്ക്. There are so many times in our life when tragedies hit us. It could be the death of a loved one. It could be the loss of a job. It could be a crisis like this where all the members of the family are affected in different ways. Whatever the tragedies or the crisis that hit up, we have different questions. That is whys, W-H-Y. We have so many questions. Why did this happen, God? And when we have these questions, instead of breaking our head to find an answer with those questions, these two people teach us to move to the wise responses. Moving from wise to wise response. Moving from W-H-Y, wise, to W-I-S-E, wise response. What was the wise response of Elijah here? ആ സ്ത്രീ ചോദിച്ച 2 ചോദ്യമായിരുന്നു. എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ പാപങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്താനാണോ നീ ഇവിടെ വന്നത്? ഇതിന്റെ 2ന്റെ ഉത്തരം ഏലിയാവ് കൊടുക്കുന്നില്ല. He is maintaining silence towards the questions which has no answers, right? So he maintains silence. The second thing what he did was, നിന്റെ കുട്ടിയെ ഇഞ്ഞു തരിക. ഏത് കുട്ടിയാ തരാൻ പറഞ്ഞേ? ചുറുചുറുപ്പോടെ ഓടി നടക്കുന്ന ആരോഗ്യമുള്ള കുട്ടിയെ അല്ല, നിർജീവമായി കിടക്കുന്ന ഒരു കുട്ടി. ഇപ്പോൾ ഈ അമ്മയ്ക്ക് ഭാരമായി തീർന്നിരിക്കുന്ന, ഒരു വിധവയായ സ്ത്രീക്ക് ഭാരമായി തീർന്നിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയാണ് ഈ ഏലിയ പ്രവാചകൻ ആവശ്യപ്പെടുന്നത്. So sharing the burden. Then last one, he took the child, went to the room, asked the same question to God in silence, and then he did what a man of God should do. He prayed for the child. And we see that ആ കുട്ടിക്ക് ജീവൻ തിരിച്ചു കിട്ടി. ഇതാണ് വിവേകമുള്ള പ്രതികരണങ്ങൾ. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്റെയും നിങ്ങളുടെയും മുൻപിൽ വരുമ്പോൾ, what is the response that we have to take? 1, maintain silence. ഇന്ന് എനിക്കും നിങ്ങൾക്കും ചുറ്റും ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഒരു പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും. അമ്മ, why this is happening? How can God be so cruel when so many people are dying like this? When so many innocent people are dying like this? When so many children are not able to celebrate life? When so many people are not able to enjoy life? Why it is happening? So we have so many whys to which we don't have an answer. It is better to maintain silence in those situations. എന്നാൽ ഇന്നത്തെ ഒരു ട്രാജഡി എന്ന് പറയുന്നത് എന്നാ? അറിയാൻ വയ്യാത്ത കാര്യത്തെക്കുറിച്ചും അറിയാവുന്ന കാര്യത്തെക്കുറിച്ചും ആവേശത്തോടെ പലരും വ്യാഖ്യാനിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളെ കുറിച്ച് തെറ്റായ വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ ഇന്നത്തെ തലമുറയെ വഴിതെറ്റിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പല കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പല വ്യക്തികൾ തന്നെ ചോദിക്കാൻ തുടങ്ങി, do we need churches now? We survived without churches for 6 months, right? We survived without Holy Communion for without 6 months. Do we still need to come back to God who has been so cruel? If we are breaking our head, or if you're trying to find answers to these questions, we may never get an answer to this. Best, sometimes it is good to maintain silence. But moving from silence, what can we do is sharing the burden. Be willing to take the burden of the other person and then take it to the right place. Which is the right place? Before the Heavenly Father. We have the questions and we have a place to go. Both is in the presence of Heavenly Father.
എന്നാൽ ഇന്നൊക്കെ നമ്മൾ കാണുന്നത് വളരെയധികം ദുഃഖത്തോടെ ചില സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, അതായത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ എറിയുവാനായിട്ട് we try to throw it out on the social media, our frustrations, our questions of life, and probably many a times the answers or the responses that we get is mostly taking away from the faith journey of our life. എന്നെ കേൾക്കുന്ന youngsters ഉണ്ടെങ്കിൽ, if you are looking for answers which really troubling us in this time of crisis, look it up to the Heavenly Father. Look it up at the right places, like the widow at Zarephath did. She asked a man of God. When she had a question, she asked a man of God who was already strong in faith. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ അവൾക്ക് ഒരു പക്ഷെങ്കിൽ എല്ലാത്തിനും മറുപടി കിട്ടിയില്ലെങ്കിലും അവളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുവാനായിട്ട് സാധിച്ചു. So handling the wise of our life with wise response. ഞങ്ങളുടെ ശുശ്രൂഷയിലൊക്കെ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഒത്തിരി ആളുകൾ, ഒത്തിരി കുടുംബങ്ങൾ, ഒത്തിരി ഭവനങ്ങളിൽ ഒരു പക്ഷെങ്കിൽ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ട്രാജഡീസിന്റെ ഒക്കെ അനുഭവത്തിൽ ആളുകൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും, അച്ഛാ എന്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞിന് ക്യാൻസറിന്റെ രോഗം വന്നു, അവൻ ജീവിതം തുടങ്ങിയിട്ട് പോലും ഇല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ആക്സിഡന്റിൽ മരിച്ചു, ഇങ്ങനെയുള്ള ഒക്കെ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ അവൻ ഒരു ജോലി വളരെ ആഗ്രഹിച്ചാണല്ലോ അവന് കിട്ടിയത്, പക്ഷെ നഷ്ടപ്പെട്ടു പോയി, എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് മറുപടിയില്ല. എന്നാൽ അവിടെയൊക്കെ പലരും വിവേകമുള്ള പ്രതികരണങ്ങളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു ഉദാഹരണം ഞങ്ങളുടെ ശുശ്രൂഷ രംഗത്ത് തന്നെ ഞങ്ങൾ കണ്ട ഒരു കുടുംബത്തെ കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ശുശ്രൂഷ ചെയ്ത ഒരു ഇടവകയാണ് കൊല്ലം തേവള്ളി ഇടവ. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു കുടുംബം, അവരുടെ മകളും ഭർത്താവും ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. മകളുടെ ഭർത്താവ് എയർ ഇന്ത്യയിലെ ഒരു സീനിയർ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന ഒരു കുടുംബം. വളരെ സന്തോഷവുമായിട്ട് പോകുന്ന ആ മകളും ഹസ്ബൻഡും, അവർക്കൊരു മകനുണ്ട്, അന്ന് അവൻ ഹൈസ്കൂളിൽ പഠിക്കുന്നു. കൊല്ലം തേവള്ളിക്ക് ശേഷം ഞങ്ങള് ട്രാൻസ്ഫർ ആയി പോയത് ബാംഗ്ലൂർ ഹെബ്ബാൾ ഇടവകയിലേക്കാണ്. ആ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ കുടുംബത്തെ കുറച്ചുകൂടെ അടുത്ത് പരിചയപ്പെടുവാനായിട്ട് സാധിച്ചു. അവര് CSI പള്ളി ഇടവാംഗങ്ങളാണ്, എങ്കിലും വിവിധ സന്ദർഭങ്ങളിലൊക്കെ അവരെ അടുത്തറിയുവാനായിട്ട് സാധിച്ചു. വളരെയധികം ക്രിസ്തീയ സാക്ഷ്യത്തിൽ നിലനിൽക്കുന്ന ഒരു കുടുംബമായിട്ട് ഞങ്ങൾക്ക് അവരെ കാണുവാനായിട്ട് സാധിച്ചു. വീണ്ടും അവിടുന്ന് സ്ഥലം മാറിപ്പോയി. വർഷങ്ങൾ അവർ തമ്മിൽ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഇല്ലാതെ പോയി. എന്നാൽ 2 വർഷങ്ങൾക്ക് മുൻപ് പെട്ടെന്ന് ആ മകളുടെ ഫാദർ, കൊല്ലത്തുള്ള ആ ഫാദർ ഞങ്ങളെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ആ മകളുടെ ഹസ്ബൻഡ് റോയ്, 48 വയസ്സേ ഉള്ളൂ, ഒരു സിവിയർ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പൊ ആ ഞങ്ങളെ സംബന്ധിച്ച് definitely it was a shock, and I can imagine the shock that the family went through in the tragedy. ആ സമയത്ത് ഞാൻ ആ മകളെ വിളിച്ച് കൺസോൾ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിച്ചു, അല്പനേരം സംസാരിച്ചു, but didn't talk much. വീണ്ടും ഞങ്ങളുടെ ബന്ധം അവിടെ കൊണ്ട് നഷ്ടപ്പെട്ടു. Like many times we are not able to keep up with the contacts. എന്നാൽ കഴിഞ്ഞ മാസം ഒരാവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒത്തിരി നാളുകൾക്ക് ശേഷം വീണ്ടും ഈ മകളെ കുറിച്ച് ഞാൻ ഓർത്തപ്പോൾ അവിടെ നമ്പർ ഉണ്ടായിരുന്നത് വിളിച്ച് അവളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി, presently she and her son is in Mangalore. അവരുടെ ആ ഏക മകൻ MBBS കഴിഞ്ഞു. അതിനുശേഷം MDക്ക് ഫാദർ മുല്ലേഴ്സിൽ തന്നെ കിട്ടി. He is studying there and she is also staying there in a house. Both mother and son are staying. ആ സമയത്ത് സുബു തന്റെ അനുഭവം പങ്കുവെക്കുമ്പോൾ അവൾ പറഞ്ഞത്, പക്ഷേ ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബം, പെട്ടെന്നുണ്ടായ ആ ഒരു ട്രാജഡി, റോയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ആ രാത്രിയിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ആംബുലൻസിൽ ഇരുന്ന് ഞാൻ റോയുടെ എന്റെ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ റോയുടെ ജീവൻ ഒന്നും പ്രയാസം വരല്ലേ. എന്നാൽ എപ്പോഴോ എന്റെ മനസ്സില് റോയുടെ അവസ്ഥ കണ്ടപ്പം തോന്നി, ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായപ്പോൾ പറഞ്ഞു, ദൈവമേ നിന്റെ ഹിതപ്രകാരം ഉള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടേഴ്സ് ഡിക്ലെയർഡ് ഹിം ബ്രോട്ട് ഡെഡ്. സുബു പറയുന്നത് ആ ദിവസങ്ങളിലൊക്കെ വളരെയധികം ചോദ്യങ്ങളും ദേഷ്യവും ദൈവത്തോട് തോന്നി. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ slowly she started coming back to her faith life. അതിനുശേഷം she is telling about the experiences that she went through in the 2 years. അവൾ പറഞ്ഞത്, I have come to believe, I have come to understand that God called him back at his time, in his time. റോയുടെ സമയമായപ്പോൾ ദൈവം റോയെ തിരിച്ചു വിളിച്ചു. എന്നാൽ ഈ 2 വർഷം ഒരു നിമിഷവും ഒരു ദിവസം പോലും ഞങ്ങളെ തനിയെ അനാഥരായിട്ട് ദൈവം വിട്ടിട്ടില്ല. അവളെ സംബന്ധിച്ച് ഒരു ബാങ്കിൽ പോലും തനിയെ പോയി ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല. നല്ല പഠിത്തമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും
എല്ലാ കാര്യങ്ങളും റോയ് ചെയ്തതുകൊണ്ട് അവർക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. But when she's saying her experience, she's saying, I have felt the presence of God every moment of my life. He has never left me orphan, and he has never let any of my needs unmet. എന്റെ ആവശ്യങ്ങൾ ഒന്നും മുടക്കാതെ വണ്ണം ഇന്ന് വരെ ദൈവം എന്നെ പരിപാലിക്കുന്നു. And now what she is doing, ഒത്തിരി പേരെ ഇതുപോലുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ധൈര്യം നൽകുവാൻ വേണ്ടി അവരുടെ ഭാരം സുബുവിന്റെ ഭാരമായിട്ട് ഏറ്റെടുത്ത് അവള് ധൈര്യം കൊടുക്കുന്ന അനുഭവം. സുബു പറയുന്നു, വീണ്ടും പറഞ്ഞത്, ചില ദിവസങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞു പോകും, ദൈവമേ ഇനി എത്ര കാലം ഞാൻ ഇങ്ങനെ തനിയെ ജീവിക്കേണ്ടി വരും. എന്നാൽ ആ ദിവസം അപ്രതീക്ഷിതമായിട്ട് ആരെങ്കിലും ഫോൺ വിളിക്കുന്ന ഏതെങ്കിലും ഒരു വാക്കിൽ നിന്നായിരിക്കും വീണ്ടും എനിക്ക് മുൻപോട്ട് പോകുവാനുള്ള ധൈര്യം കിട്ടുന്നത്. ആ ധൈര്യത്തിൽ ഓരോ ദിവസവും എന്റെ യാത്ര തുടരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, I don't know what is the crisis that is going through in your life. It could be the loss of job. It could be the loss of a loved one because of this pandemic. It could be the loss of the health of the loved ones or of the family members. It could be the loss of job and money, financial crisis, whatever the crisis we have. Yes, we have so many questions, but amidst those questions, moving to the wise response is the best response for the child of God during this time, so that we can tide over the crisis. And the last one, ദൈവിക നിയോഗത്തിനായിട്ടുള്ള തിരിച്ചറിവുകൾ, ഡിസ്കവറിംഗ് ദ യുറേക്കാസ് ഫോർ ഡിവൈൻ പർപ്പസ്. എന്താണ് നാം കാണുന്നത്? അവസാന ഭാഗം 24-ാമത്തെ വാക്യം, സ്ത്രീ ഏലിയാവിനോട്, നീ ദൈവപുരുഷൻ എന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. There was a new realization for her. Now, when we say Eureka, we know that Eureka is something we discover, we identify for our life. It is not something new. It was already existing. അല്ലേ? സയൻസിലൊക്കെ അത് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കുമ്പോൾ പറയും യുറേക്ക. It is not that I discover. It was already existing, but I found it now. For this woman, the widow at Zarephath, ഈ ഏലിയാവ് അവരുടെ ഭവനത്തിലേക്ക് വന്നപ്പോൾ ആ സ്ത്രീ പറഞ്ഞു തന്നെ, നീ ദൈവപുരുഷൻ എന്ന് ആദ്യം മനസ്സിലായി. എന്നാൽ ഇപ്പോഴൊരു തിരിച്ചറിവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അവന്റെ വായിൽ നിന്ന് വരുന്ന വചനവും സത്യം തന്നെ. ചില സത്യങ്ങളെ തിരിച്ചറിയുവാൻ ഈ പ്രതിസന്ധി സറിഫാത്തിലെ വിധവയെ സംബന്ധിച്ച് അനുഗ്രഹമായി മാറി. ഡിസ്കവറിംഗ് ദ യുറേക്കാസ് ഫോർ ഡിവൈൻ പർപ്പസ്. കൊറോണയ്ക്ക് ശേഷം ഒരു കാലം ഉണ്ടാകും. ഞാനും നിങ്ങളും AC, BC, ആഫ്റ്റർ കൊറോണ, ബിഫോർ കൊറോണ, ഇത് ദൈവത്തിന്റെ സമയത്ത് ഇതിനൊരു അവസാനം ഉണ്ടാകും. എന്നാൽ ഈ ഒരു ക്രൈസിസിൽ കൂടെ കടന്നുപോയുണ്ട് എനിക്ക് ചില തിരിച്ചറിവുകൾ, ഈ പ്രതിസന്ധി എന്നെ ചില പാഠങ്ങൾ പഠിപ്പിച്ചു എന്ന് പറയുവാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രതിസന്ധി ഒരു വേസ്റ്റ് ആയില്ല എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എന്നെയും നിങ്ങളെയും ഉറ്റുനോക്കുന്ന നമ്മുടെ തലമുറയിലുള്ള കുഞ്ഞുങ്ങൾ, എന്നെയും നിങ്ങളെയും ഉറ്റുനോക്കുന്ന നമ്മുടെ തലമുറയിലുള്ള കൊച്ചുമക്കൾ, ഇവരൊക്കെ വിശ്വാസത്തിൽ ഞാനും നിങ്ങളും എപ്രകാരം നിലനിൽക്കുന്നു എന്ന് ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിത അനുഭവങ്ങൾ കൂടെ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു തലമുറ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ പലതും ഞങ്ങൾ പഠിച്ചു എന്ന് പറയുവാനായിട്ട് സാധിക്കും. പലത് തിരിച്ചറിവുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയുവാനായിട്ട് സാധിക്കും. അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു അനുഗ്രഹമായിരുന്നു എന്ന് മനസ്സിലാക്കും. ഞാൻ പറഞ്ഞല്ലോ, കൗൺസിലിംഗ് രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് വിവിധ പ്രായത്തിലുള്ള ആളുകളുമായിട്ട് അടുത്തിടപെടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ ഈ ചില യൂത്ത്സിനോട് ഞാൻ ചോദിക്കാറുണ്ട്, യങ്സ്റ്റേഴ്സിനോടൊക്കെ ചോദിച്ചു, what did this crisis or this pandemic lockdown teach you? അപ്പൊ ചിലർ പറഞ്ഞു, അത് പ്രത്യേകിച്ച് ഞാൻ കോളേജിൽ പഠിപ്പിച്ച കുറെ സ്റ്റുഡൻസുമായിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞത്, മാം അന്ന് മാം ക്ലാസ്സിൽ കയറാൻ പറയുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ ക്യാമ്പസിന്റെ കോണിലൊക്കെ പോയി ഇരുന്നു, അറ്റൻഡൻസ് ഇല്ലാതൊക്കെ പോയ കാലഘട്ടം. എന്നാൽ ഇപ്പോഴെങ്ങനെയും ക്ലാസ് തുടങ്ങിയാൽ മതി. വി വോണ്ട് ടു ബി ബാക്ക് ഇൻ ദ ക്ലാസ് റൂം സിറ്റുവേഷൻ. വി ഹാവ് റിയലൈസ്ഡ് ദ വാല്യൂ ഓഫ് ഫേസ് ടു ഫേസ് ലേണിംഗ്. വെർച്വൽ ലേണിംഗ് കൊണ്ട് മടുത്ത ഒരു കുട്ടികളായി മാറി. അവർക്ക് എങ്ങനെയെങ്കിലും ക്ലാസ്, അത് അവരുടെ ഒരു തിരിച്ചറിവായി മാറി. വേറെ ചില കുട്ടികൾ പറഞ്ഞു, ലോക്ക്ഡൌൺ സമയത്ത് പെട്ടെന്നാണല്ലോ ട്രെയിനും ബസ്സും ഫ്ലൈറ്റും എല്ലാം നിന്നത്, അതുകൊണ്ട് ചിലർക്കെങ്കിലും അവരുടെ ഭവനത്തിലേക്ക് പോകുവാനായിട്ട് സാധിച്ചില്ല. PGയിലൊക്കെ താമസിക്കുമ്പോൾ അവിടുത്തെ ഫുഡ് കിട്ടുന്ന സമയത്ത് പലപ്പോഴും ആ ഫുഡ് പോരാ എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ they would order from Swiggy or they would order KFC and McDonald's. But they said, we learned that we can survive just with rice and curd. This is the new realization that we got. സ്ത്രീകൾ സഹോദരിമാരോട് ചോദിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ
നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ അലമാരി തുറക്കുമ്പോൾ സാരിയൊക്കെ നമ്മളെ നോക്കിയിരുന്ന് ചിരിക്കുക, ഇത്രയും സാരി ഒന്നും വേണ്ട എന്നുള്ള ഒരു തിരിച്ചറിവ്. അപ്പൊ ജീവിതത്തിന്റെ പല പാഠങ്ങൾ ഈ ഒരു 6 മാസം കൊണ്ട് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു. ഇതൊക്കെ പറയുമ്പോൾ ഇതൊന്നും വേണ്ട, മേടിക്കണ്ട എന്നുള്ളതല്ല. പക്ഷെ we have learned to redesign our life so that we can have a revised living, right? So we have learned to survive with the minimal. We have understood what is important. We have understood the value of certain things. അങ്ങനെയൊക്കെയുള്ള റിയലൈസേഷൻസ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്രൈസിസ് നമുക്ക് ഒരുമിച്ച് അനുഗ്രഹമായി എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഈ ഒരു ക്രൈസിസിൽ നിന്ന് കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ തിരിച്ചറിവുകൾ എന്തെല്ലാം ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുട്ടികൾക്ക് കൗൺസിലിംഗ് എടുക്കുമ്പോഴും any experience that you go through, write down the realization, because our memory, we human beings have a very short-lived memory. ഒരു പക്ഷെങ്കിൽ ഇന്ന് പഠിക്കുന്ന പാഠം 2 ആഴ്ച കഴിഞ്ഞ് ചോദിച്ചാൽ സാഹചര്യങ്ങളൊക്കെ മാറി പോകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ വഴിക്കും പാഠങ്ങളുടെ വഴിക്കുമായി മാറും. എന്നാൽ കുറച്ചെങ്കിലും ചില ആശയങ്ങളും ചില തിരിച്ചറിവുകളിലും ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ അത് ഒരു പക്ഷെങ്കിൽ ജീവിതത്തിൽ അന്ത്യം വരെയുള്ള പാഠങ്ങളായിട്ട് മാറും. ഈ ഒരു കൊറോണയുടെ മുമ്പ് വരെയുള്ള കാലം ഞാനും നിങ്ങളും സമ്മതിച്ചേ മതിയാവും. This was not the type of world that we were happy with. പല സംഭവങ്ങൾ ഞാനും നിങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ പറയും, ഇങ്ങനെ അങ്ങ് ലോകം മാറിപ്പോയല്ലോ. Did God really want this kind of world? And we knew that this is not the world that God expected. ഇതിനൊരു മാറ്റം വന്നേ മതിയാവൂ എന്ന് ഞാനും നിങ്ങളും സമ്മതിച്ചേ മതിയായിരുന്നു. ഏതായാലും ഈ പ്രതിസന്ധി കൂടെ കടന്നു പോയപ്പോൾ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായി. God is wanting to reboot the world. Reboot എന്നുള്ള ഒരു വാക്ക് ടെക്നോളജി ഫീൽഡിലുള്ളവർക്ക് അറിയാം. Reboot is used for computers, right? Mostly. When do we use rebooting? When the computer does not give the maximum output which it is supposed to put. And sometimes it could be due to a virus which has gone into that gadget. And what do? We reboot the gadget so that the gadget would work effectively. Right now, the world is going through a rebooting through certain realizations. ഈ rebooting നടക്കുമ്പോൾ where do you and I stand? അതുകൊണ്ട് can we surrender before the master saying, God, yes, you are rebooting the world, but begin from me. എന്നിൽ നിന്ന് ആരംഭിക്കുവാനുള്ള ഒരു റീബൂട്ടിംഗ് ദൈവമേ നീ നടത്തണമേ എന്ന് ആ തിരിച്ചറിവോടുകൂടി ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങൾ റീഡിസൈൻ ചെയ്തു എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഞാനും നിങ്ങളും ഒക്കെ കേട്ടിട്ടുള്ള ഒരു ഫേമസ് കാർഡിയോളജിസ്റ്റ് ആണല്ലോ ഡോക്ടർ KM ചെറിയാൻ. ചെന്നൈയുടെ പ്രദേശത്ത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റാണ്. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ മാസം അദ്ദേഹത്തിന്റെ ഭാര്യ കൊറോണ വന്ന് മരിക്കുവാനായിട്ടിടയായി. അപ്പൊ ആ തിരക്കും അടക്ക ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറിന്റെ മകൻ ഒരു വാട്സാപ്പ് മെസ്സേജ് എല്ലാവർക്കും അയച്ചു. തന്റെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അയച്ചതാ. താങ്ക് യു ഫോർ ദ ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സ് ഹു സ്റ്റുഡ് വിത്ത് മീ ഡ്യൂറിംഗ് ദിസ് ടൈം ഓഫ് ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞ് ഒരു താങ്ക്സ് നോട്ട് എഴുതി. എന്നാൽ അവസാനത്തെ ഒരു 2 സെന്റൻസ് വാസ് എ വെരി ടച്ചിങ് ആൻഡ് എ വെരി ലോങ് ലാസ്റ്റിംഗ്, നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്ന 2 സെന്റൻസ്. അന്ന് അദ്ദേഹം അതിനകത്ത് എഴുതിയത്, these experiences have taught me few lessons which I want to share with you. എന്നിട്ട് അദ്ദേഹം എഴുതിയത്, don't take life for granted. Don't take relationships for granted. If you have to say to somebody, I love you, say it today. If you have to say, I am sorry to somebody, say it today. തീർച്ചയായിട്ടും ഡോക്ടറിന്റെ മകനും ഒരു ഡോക്ടർ തന്നെയാ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പാഠം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിച്ച ഒരു സന്ദർഭം, അത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പഠിക്കേണ്ട പാഠം. സ്നേഹിക്കുന്നവരെ, കരുതുന്നവരെ ഐ ലവ് യു എന്ന് പറയുവാനും ആ സ്നേഹത്തിൽ തന്നെ തിരിച്ചു പെരുമാറുവാനും ജീവിതത്തിന്റെയും ബന്ധങ്ങളുടെയും വില നമ്മുടെ ഓട്ടത്തിന്റെയും തിരക്കിന്റെയും മധ്യത്തിൽ പലപ്പോഴും ഞാനും നിങ്ങൾ മറന്നു പോകുമ്പോൾ ആ ഒരു തിരിച്ചറിവ് ഈ പാൻഡമിക്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാൻഡമിക് ഹാസ് taught us new realization, brought us into new realization എന്നുള്ളത് പറയുവാനായിട്ട് സാധിക്കും. ഞാൻ പ്രയാസപ്പെട്ടിരിക്കുന്ന എന്റെ ഭർത്താവ്, ഞാൻ പ്രയാസപ്പെട്ടിരിക്കുന്ന എന്റെ കുടുംബാംഗങ്ങൾ, ഐ ആം സോറി എന്ന് പറയുവാനായിട്ട് സാധിക്കുമെങ്കിൽ, എന്റെ ഭാര്യ, എന്റെ മക്കൾ, അവരോട് എനിക്കത് പറയുവാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് പറയുവാനുള്ള ഒരു സമയമായിട്ട് ഇത് നമുക്ക് എടുക്കുവാനായിട്ട്. കാരണം ജീവന്റെ വില എത്രയും ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി, ബന്ധങ്ങളുടെ വില എത്രയും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി.
അതുകൊണ്ട് ആ വിലകളെ തിരിച്ചറിഞ്ഞ് ഈ കാലഘട്ടം നമ്മുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ തക്കവണ്ണം സാറിഫാത്തിലെ വിധവയും ഏലിയ പ്രവാചകനും നമ്മളെ പഠിപ്പിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. 1, how to handle the uncertainties of life, one day at a time, moving from one point to another where God leads us. Second, how to handle the whys of our life, WHY, moving on to wise responses. What are the wise responses? One is sometimes silence, sometimes it is sharing the burden of others, putting the right questions in the right way at the right place, and also ultimately praying it as a community, as a faith community. This is the biggest time that we have to be on our knees to pray for the unbelieving world also around us. And the last one, what are some of the realizations that this pandemic has taught me? Do I value the relationship that God has given me? Do I value the family that God has given me? Do I value able to handle the conflicts in the right way that God has given me? ഈ തിരിച്ചറിവുകളൊക്കെ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രതിസന്ധിയെ മറികടക്കുമ്പോൾ ഒരു പുതിയ ലോകത്തിലേക്ക് ഞാനും നിങ്ങളും നീങ്ങുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള ഒരു അടിത്തറ, അങ്ങനെയുള്ള ഒരു റീബൂട്ടിംഗ് എന്നിൽ നിന്ന് ആരംഭിക്കണമേ, എന്റെ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അടുത്തത് ഇവിടെ ഒരു സ്ക്രീനിൽ ഞാൻ കാണിച്ചത് LOL അല്ലെ. LOL നമ്മുടെ മക്കളൊക്കെ എഴുതുമ്പോൾ നമുക്കറിയാം, they write laugh out loud, laugh out loud. ചിരിക്കാതെ ചിരിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നു. എന്നാൽ സാറിഫ് ആദ്യം നമ്മൾ ആരംഭിച്ചത് പുതിയ നിയമത്തിൽ യേശു കർത്താവ് ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു. അവക്ക് പേരില്ല, അവക്ക് അവിടെ ക്വാളിഫിക്കേഷൻ ഇല്ല, അവിടെ കുടുംബ മഹിമ ഒന്നുമില്ല. ഒരു വിധവ, സറേഫാത്തിലെ ഒരു വിധവയെന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാ അങ്ങനെ പറയുവാനായിട്ട് സാധിച്ചത്? ബിക്കോസ് ഷീ ലിവ്ഡ് ഔട്ട് ലൗഡ്. ഷീ ലിവ്ഡ് ഔട്ട് ലൗഡ്. LOL ഇവിടെ പുതിയൊരു വാക്ക് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഷീ ലിവ്ഡ് ഔട്ട് ലൗഡ്. Her name, her life spoke more than her name. Her life spoke more than her family background. Her life spoke more than her qualification. In this generation, in this time of crisis, in this time of pandemic, let us reflect and surrender ourselves so that our life speaks louder than our names, than our degrees, than our family histories, and anything else. Our life should speak out loud, and that is what the need of the hour is. ഇവിടെ കാണുന്ന 3 പേരും, കാണ്ടമ്മ കൊച്ചമ്മ, സാധു കൊച്ചു കുഞ്ഞുപദേശി, മദർ തെരേസ, മൺമറഞ്ഞു പോയ ആളുകളാണെങ്കിലും ഇന്നും ഇവരുടെയൊക്കെ ജീവിതങ്ങൾ നമ്മളോട് സംസാരിക്കുന്നു. എന്തുകൊണ്ടാ സംസാരിക്കുന്നേ? അവരുടെ പേരിനെക്കാട്ടി ഉച്ചത്തിൽ അവരുടെ ജീവിതങ്ങൾ സാക്ഷ്യമുള്ളവരായിരുന്നു. പ്രതിസന്ധികളുടെ ഒക്കെ മധ്യത്തിലും അവർ സാക്ഷ്യത്തോടെ ജീവിച്ച ആളുകൾ. പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ മക്കൾ, നമ്മുടെ തലമുറയിലെ ആളുകൾ, അല്ലെങ്കിൽ ഞാനും നിങ്ങളും മൺമറിഞ്ഞു പോയി കഴിയുമ്പോഴും നമ്മളെ കുറിച്ച് ഓർക്കുവാൻ തക്കവണ്ണം ജീവിതം സാക്ഷ്യത്തോടെ നിർവഹിച്ച, ജീവിതം സംസാരിക്കുന്ന ജീവിതങ്ങളായി മാറുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകളെ ചുരുക്കട്ടെ.